ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. പ്രീമീസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം നെല്ലിക്കയുടെ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ഈ നെല്ലിക്കയുടെ സീസണിൽ നമുക്ക് നെല്ലിക്ക കുറേ ഉപ്പിലിട്ട് വെച്ചാൽ നെല്ലിക്കയുടെ സീസൺ അല്ലാത്ത സമയമാകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് മാസങ്ങളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. വെള്ളത്തിൻ്റെ അംശം തീരെ പറ്റില്ല. അതുപോലെ കൊച്ചില് കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിലും അതേപോലെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ചില്ല് കുപ്പിയാണ്. അപ്പോൾ നമ്മൾ നെല്ലിക്ക തീരെ വെള്ളമില്ലാതെ വേണം നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അതൊന്നുകിൽ ചില്ലുകുപ്പിയിൽ തന്നെ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടച്ച് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുള്ള ചില്ല് കുപ്പിയിലേക്ക് നെല്ലിക്ക തുടച്ച ശേഷം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാ നെല്ലിക്കയും അതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം ചില്ലുക്കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ കുറേ അധികം നെല്ലിക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് നെല്ലിക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ കുറച്ചധികം പച്ചമുളക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് വേണ്ടുന്ന പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് നെല്ലിക്കയിട്ട ശേഷം അതിന് മീതെ പച്ചമുളക് നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെടുകെ കീറിയിട്ടുള്ളതാണ്. അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിന് ശേഷം വീണ്ടും നെല്ലിക്ക ഇട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ പച്ചമുളക് നമുക്ക് നെല്ലിക്കയുടെ മീതെ ഇട്ട് കൊടുക്കാം. കാന്താരി മുളകാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പക്ഷേ എനിക്ക് കാന്താരി മുളക് കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് നമ്മൾ നെടുകെ കയറിയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിക്കയെല്ലാം കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം എന്തായാലും 3/4 കപ്പ് വെള്ളം ആദ്യം ചൂടാക്കിയെടുക്കാം, തിളപ്പിച്ചെടുക്കാം. ചൂടാക്കുകയല്ല, നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. 3/4 കപ്പ് വെള്ളം മതിയാവും. അത് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ നെല്ലിക്കയാണ്. അതിന് 3/4 കപ്പ് വെള്ളം മതിയാവും. ഇനി അത് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിന് ശേഷം നോക്കിയ ശേഷം ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഈ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. എങ്കിലേ നമുക്ക് ഉപ്പും വിനാഗിരിയും ചേർത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം ചൂടാറി ഇളം ചൂടിൽ നല്ലതുപോലെ ചൂട് വേണ്ട, ഇളം ചൂടിൽ നമുക്ക് നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വിദ്യ എനിക്ക് എൻ്റെ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. ചേച്ചിയുടെ വീട്ടിൽ ഇതുപോലെ നെല്ലിക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കേടുകൂടാതെ അവൾ കുറേ മാസങ്ങളായി ഇട്ട് വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഐഡിയയാണ്. അപ്പോൾ നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വെള്ളം തിളച്ച് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം ഇളം ചൂടിൽ നമുക്ക് നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇളം ചൂടിൽ കേട്ടോ നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മാസങ്ങളോളം നമുക്ക് നെല്ലിക്ക കേടുകൂടാതെ സൂക്ഷിക്കാം.